റീസെൻ്റ്ലി ഞാൻ ഇപ്പോൾ മുസ്ലിം ലീഗിനെ കുറിച്ച് മൂരി ലീഗ് ആസ് എ ലീഡർ ശരിക്കും ഉണ്ടാവുന്ന ഒരു റിയാക്ഷൻ എന്താണ്? അല്ല, എനിക്ക് മീഡിയയെക്കുറിച്ച് നല്ല ധാരണ ഉണ്ട്. എനിക്കറിയാം ഇവർ നമ്മൾ പറയുന്നത് കൊടുക്കാനല്ല വന്നത്, പറയാത്തത് കൊടുക്കാൻ വേണ്ടി വന്നവരാണ് എന്നറിയാം. ഞാൻ പറഞ്ഞ പുള്ളിക്കുപ്പായ എടുത്ത കാലത്തെ ഫോട്ടോ കണ്ടില്ലേ? ഇത് മുഴുവൻ പുള്ളിക്കുപ്പായല്ലേ. ഇപ്പി സ്റ്റൈലുണ്ടായിരുന്നു കോളേജിൽ. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ വേറൊരു സ്റ്റൈലായി. ആ കാലഘട്ടത്തിനനുസരിച്ചൊക്കെ അന്ന് ചെയ്തിട്ടുണ്ട്, ഇല്ല എന്ന് പറഞ്ഞുകൂടാ. പിന്നെ ഞാൻ പിടിച്ചിട്ടും നിന്നിട്ടില്ല, മുടി പോയി. ആസ് എ ഗ്രാൻഡ് ഫാദർ, 2 മക്കളുണ്ട്, മൊത്തം 5 പേരക്കുട്ടികൾ. കൂടെ ദുബായിൽ പോകും, 2 ദിവസം നിൽക്കും. അപ്പോൾ എല്ലാവരും ഉണ്ടാവും, കുട്ടികളുണ്ടാവും. ഈ സൗമ്യനും മൃദുഭാഷയും ആയിരുന്നു മക്കൾ. ഞാൻ മക്കളെ കാര്യത്തിലും അങ്ങനെയൊക്കെ തന്നെയാണ്. അവരെ ഫ്രീഡം, അവരായിട്ട് ശാസനയുടെ ആവശ്യം അങ്ങനെ സംഭവം തന്നെ ഉണ്ടായിട്ടില്ല. താങ്കൾക്ക് ഫോണില്ല എന്ന് പറഞ്ഞത് ശരിയാണോ? ഞാൻ സമാധാനമായിട്ട് കൃഷിയും കാര്യമൊക്കെ ആയിട്ട് കഴിയുന്ന ആളാണ്. ഇത് വലിയ ബോധറേഷനാണ്. അതതിൻ്റെ വഴിക്ക് പോകും. പക്ഷേ ഡിജിറ്റൽ ഉപദ്രവം എനിക്കില്ല. ശിഹാബ്ദങ്ങളുടെ ഒരു പേഴ്സണാലിറ്റിയും ജനസമ്മതിയും ആ ഒരു സമയത്ത് തന്നെയാണ് ഞാൻ അസംബ്ലി പാർട്ടി ലീഡറായി വരുന്നത്. ഇപ്പോൾ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ ഇന്ത്യയിൽ മുഴുവൻ നോക്കിയിട്ട് ഏറ്റവും നല്ലത് എവിടെയാ നോക്കിയപ്പോൾ ഒരു സമയത്ത് അത് വയനാടായിപ്പോൾ. കാരണം ഞങ്ങളിലും കൂടിയുള്ള ഒരു വിശ്വാസം. ചവിട്ടി താത്തിയവരുണ്ട്, പിടിച്ചു വലിച്ചവരുണ്ട്, സുഹൃത്തുക്കളാന്ന് കരുതിയവർ ഇട്ടിട്ട് പോയിട്ടുണ്ട്. ധാരാളം ഓരോ സമയത്ത് ഓരോന്നങ്ങ് വലിയ മലോല വരും. അതുപോലെ ഈ പരാജയം താൽക്കാലികമാണ് എന്നുള്ള ഒരു തോന്നൽ. നമുക്കൊരു ഫൈറ്റിംഗ് മൂഡ് വേണം. ഇങ്ങനൊരു വീട് ആരാണ് ആഗ്രഹിക്കാത്തത്? ബേറ്റ് ഹോംസ് ഫോർ കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡർ. സത്യത്തില് മഴ കാരണം ഒരു ഭാഗ്യം ഉണ്ടായെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഈ വീട് അധികം പേര് കേറി വന്ന് കണ്ടിട്ടില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അകത്തധികം ആള് വരാറില്ല. ഈ ആദ്യം വരുമ്പോഴേ ആ ഒരു ക്ലോക്കാണ് കാണുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഇങ്ങനത്തെ ഒരു ക്ലോക്ക്. അതൊക്കെ പഴയത് അതാ പഴയ സാധനങ്ങളാണ്. ഇപ്പോഴുള്ളതൊക്കെ പഴയ സാധനങ്ങൾ തന്നെ അധികം. ഇത് അവിടെ നിന്ന് കൊണ്ടുവന്നതാണോ അതോ? അല്ല, ഇതൊക്കെ തറവാട്ടിലോടി ആ ചെയറുകൾ ഇതൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളാണ്. ട്രോളുകളുടെ ഒരു കാലമാണ്. ആര് എന്ത് പറയണം, ഏത് തരം ട്രോളുകൾ വരണം, റിലീജിയസ്ലി ആണോ നമ്മൾ അറ്റാക്ക് ചെയ്യുന്നത്, ഒന്നും നോക്കാത്ത ഒരുപാട് കാര്യങ്ങൾ നടക്കുന്ന ഒരു കാലമാണ്. ഇപ്പം റീസെൻ്റ്ലി ഞാൻ ഇപ്പം മുസ്ലിം ലീഗിനെ കുറിച്ച് മൂരി ലീഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രോൾ ഇതെല്ലാം വന്നിട്ടുണ്ട്. ഇത് ശരിക്കും ഒരു നേതാവെന്ന നിലയിൽ നിങ്ങളുടെ എല്ലായിടത്തേക്ക് ഇതെല്ലാം എത്താറുണ്ട്. ഇത് കണ്ടു കഴിയുമ്പോൾ ശരിക്കും ഉണ്ടാകുന്ന ഒരു റിയാക്ഷൻ എന്താണ്? ഇത് ആസ് എ ലീഡർ അതെങ്ങനെയാണ് അതിനെ കാണുകയും ഇത് റിയാക്ട് ചെയ്യുകയും ചെയ്യുന്നത്? അതോ അല്ല, ഇത് അങ്ങനെയൊക്കെ പറയുന്നത് പിന്നെ നമുക്ക് എപ്പോഴും കേൾക്കുന്നതായതുകൊണ്ടൊന്നും പ്രത്യേകിച്ചൊന്നും തോന്നില്ല. അത് നമ്മൾ പിന്നെ വാസ്തവത്തിൽ പാർട്ടി എന്ന് പറഞ്ഞാൽ ഇവിടെ വിമൺ എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ പിന്നെ മറ്റെല്ലാ പരിഷ്കാരങ്ങളും നവോത്ഥാനം ഇതിലൊക്കെ വലിയ പങ്ക് വഹിച്ച ഒരു പാർട്ടിയാണല്ലോ നമ്മളെ പാർട്ടി. അപ്പോൾ ആരെങ്കിലും ട്രോളിൽ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അത് അവരുടെ ഒരു വിവരമില്ലായ്മ എന്ന് പറഞ്ഞ് തള്ളാനേ നമുക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ ഇപ്പം 70കളിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു രാഷ്ട്രീയ ജീവിതം എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ ജീവിതമാണെന്നാണ് ആസ് എ സ്പെക്ടേറ്റർ എനിക്ക് തോന്നിയിട്ടുള്ളത്. വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള പോകുന്ന പോലെ തന്നെ ആ കൃത്യം വഴികളിലൂടെ പോകുന്ന ഒരാളാണ്. അപ്പം 80s കുറിച്ച് ചിന്തിക്കാറുണ്ടോ? അതായത് 80s ഇതാണ് എൻ്റെ ഒരു പ്ലാൻ, അങ്ങനത്തെയൊക്കെ ഒരു ചിന്തയിലൂടെ കടന്നു പോകാറുണ്ടോ? ഇല്ലില്ല, ഞാൻ സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് അങ്ങോട്ട് വല്ലാതെ ചിന്തിച്ചിട്ട് കാര്യമില്ല എന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. കാരണം എന്തിനും നമുക്ക് വളരെ ഊർജ്ജസ്വലമായിട്ട് ചെയ്യാൻ കഴിയുന്ന സമയത്ത് ചെയ്താൽ മതി, അതിൻ്റെ അപ്പുറം ചിന്തിക്കണ്ട എന്നാണ് എൻ്റെ ചിന്ത. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് ചിന്തിക്കാറില്ല. അപ്പോൾ ഞാൻ ഒത്തിരി റിയലിസ്റ്റിക്കാണ്. അതുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സമയം ഏതാണ്ട് എത്ര എന്നൊക്കെ ഒരു ധാരണ ഉണ്ട്. അതുകൊണ്ട് ഇനി 80s ചിന്തിക്കുന്നേ ഇല്ല. അടുത്ത ഇലക്ഷനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ടോ? അല്ല, ഇപ്പൊ പ്രസന്റിനെ കുറിച്ച് ചിന്തിക്കുന്നു. ഇന്നത്തെ ഈ വർഷം ഇപ്പം എൻ്റെ മുമ്പിലുള്ള ടൈം എന്ന് പറഞ്ഞാൽ അടുത്ത അസംബ്ലി ഇലക്ഷനാണ്. നമ്മൾ നേരത്തെ താടിയെ കുറിച്ച് ചോദിച്ചു. ഈ മീശ ഏതെങ്കിലും ആരിൽ നിന്നെങ്കിലും ഇൻസ്പയർഡ് ആയ ഒരു മീശയാണോ അതോ ഇത് സ്വതസിദ്ധമായ ഒരു സ്റ്റൈലായിട്ട് ഡെവലപ്പ് ചെയ്തതാണോ? ഇതൊരു പഴയ സ്റ്റൈലാണ്. അന്നത്തൊക്കെ ഒരു പ്രേം നസീർ സ്റ്റൈലൊക്കെ ഉണ്ടല്ലോ. അന്ന് ആ പൊടിമീശ, അന്ന് അതിനെ പറ്റി പറയുക, ആ പൊടിമീശ
അല്പമൊക്കെ ഇപ്പോൾ വലുതായിട്ടുണ്ടെന്നുള്ളൂ. പൊടിമീശ എന്നുണ്ട്. പൊടിമീശ അതാ പറയല്. അന്ന് പിന്നെ പലതരം മീശകളെ പറ്റി പറയാം. മുറിമീശ, പൊടിമീശ. പൊടിമീശ എന്നിങ്ങനെ ഒരു പെൻസിൽ കൊണ്ട് വരച്ച പോലെ അതായിരുന്നു പ്രേം നസീറിന്റെ കുറച്ചത്. അക്കാലത്തുള്ള മീശ തന്നെയാണ് എനിക്ക് ഇപ്പോഴും ഉള്ളത്. പക്ഷെ പിന്നെ കുറച്ച് വലിപ്പം ചെറുപ്പമൊക്കെ കൂടിപ്പോയതാണ്. ആ സ്വന്തം സ്വതസിദ്ധമായ ഒരു മീശ അങ്ങനെ തന്നെ അതവിടെ കിടന്നത്. ആ ഫോട്ടോ ഉണ്ടല്ല, ആ ഫോട്ടോയിൽ മീശ. അതാണ് സ്റ്റൈല്. അതൊക്കെ മാറ്റമില്ലാതെ പോവാണ്. ഇനി ഒരു കാര്യം കൂടെ ചോദിക്കാനുള്ളത്, ആസ് എ ഗ്രാൻഡ് ഫാദർ, 2 മക്കളുണ്ട്, അവർക്ക് മൊത്തം 5 പേരക്കുട്ടികൾ അല്ലേ? അപ്പൊ 2 പേരും. അപ്പൊ അവരെല്ലാരും ദുബായിലാണ്. എല്ലാരും ദുബായിലാണ്. ഈ ഗ്രാൻഡ് ഫാദർ ഇപ്പം അപ്പൻ എന്ന നിലയിൽ ഓടി നടക്കുകയായിരുന്നു ഫുൾ ടൈം. മക്കളെ 2 പേരുടെ സമയത്ത് പൊളിറ്റിക്സിൽ തന്നെയായിരുന്നു. ഗ്രാൻഡ് ഫാദർ ആയിട്ട് എങ്ങനെയാണ്? കാരണം ആ സമയത്താണല്ലോ നമ്മൾ വളരെ സോഫ്റ്റ് ആവുന്നതും അവരെ കാണാൻ ആഗ്രഹിക്കുന്നതും. പക്ഷെ അവർ ദുബായിലും, സാർ ഇവിടെയാണ്, സാർ വളരെ സജീവമായിട്ട് രാഷ്ട്രീയത്തിലുമാണ്. അപ്പോൾ എങ്ങനെയാണ് ആസ് എ ഗ്രാൻഡ് ഫാദർ? കൂടെ ദുബായിൽ പോകും. എല്ലാവരും ഒരു വീട്ടിൽ അസംബിൾ ചെയ്യും. പിന്നെ വളരെ കുറച്ച് ദിവസമേ നിൽക്കുള്ളൂ. പോക്ക് കൂടെ പോകും. 2 ദിവസം നിൽക്കും. അപ്പോൾ എല്ലാവരും ഉണ്ടാവും, കുട്ടികളുണ്ടാവും. ആ ടൈം എൻജോയ് ചെയ്തിട്ട് തിരിച്ചു പോരും. അങ്ങനെയാണ്. അവർക്ക് ഇങ്ങോട്ട് വരാമെന്നുള്ളത് വലിയ പാടാണ്. കാരണം സ്കൂളാണല്ലോ, അത് അതിൻ്റെ ഒരു സമയം ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം അങ്ങോട്ട് പോക്കാം. ഇപ്പോൾ ഞാനൊക്കെ പോകും, അവരോട് കൂടി നിൽക്കും, ടൈം സ്പെൻഡ് ചെയ്യും, തിരിച്ചു പോരും. ഇതാണ് പതിവ്. ഒരു സ്ട്രിക്റ്റ് ഗ്രാൻഡ് ഫാദർ ആണോ, അതോ പിള്ളേർ ചോദിക്കണ എല്ലാം സാധിച്ചു കൊടുക്കുന്ന ഒരു ഗ്രാൻഡ് ഫാദർ ആണോ? ഞാൻ അല്പം ലൂസാണ് കുട്ടികളുടെ കാര്യത്തിൽ. അവരെ തല്ലരുത്, അവരെ അങ്ങനെ തല്ലിന പ്രശ്നം അനുഭവിക്കുന്നില്ല. ഇല്ല, അവർ പറയുമ്പോഴൊക്കെ കേൾക്കുന്നതാണ്. അപ്പം അപ്പൻ ആയിരുന്ന ഒരു വാപ്പ ആയിട്ടുള്ള ഒരു സമയത്ത് പിള്ളേരെ എങ്ങനെയായിരുന്നു? വീട്ടിൽ വളരെ കുറവായിരുന്നു, ഉള്ളപ്പോൾ തന്നെ ശിക്ഷ, ഉപദ്രവം, അതോ പറഞ്ഞ് മനസ്സിലാക്കൽ, എങ്ങനെയായിരുന്നു ആസ് എ ഫാദർ? അതിനൊന്നും ആവശ്യം വന്നിട്ടില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവരധികം അവിടെ അല്ലേ. അപ്പോൾ എന്നാൽ ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് ആ നല്ല സമയം മാത്രമേ എൻ്റെ ഓർമ്മയുള്ളൂ. കുട്ടികളൊക്കെ പറഞ്ഞ മാതിരി കേൾക്കും. അല്ല, മക്കള്, സ്വന്തം മക്കള് ആസ് എ ഫാദർ അടിച്ചിട്ടുണ്ടോ, അതോ ഈ സൗമ്യനും മൃദുഭാഷയും ആയിരുന്നു മക്കളുടെ? ഞാൻ മക്കളുടെ കാര്യത്തിലും അങ്ങനെയൊക്കെ തന്നെയാണ്. അവരെ ഫ്രീഡം, അവരായിട്ട് അങ്ങനെ പോകാറാണ്. അവർ റീസണബിൾ ആയിരുന്നു. സ്കൂൾ ഡേയ്സിലും കോളേജ് ഡേയ്സിലും ഒക്കെ അവരൊക്കെ ഇവിടെ. പിന്നെ മകളാണെങ്കിൽ ഇവിടെ സെൻറ്റ് ജമാസ് പിന്നെ ഒരു മിഷണറി സ്കൂളുണ്ട്, അവിടെ ആയിരുന്നു. മകനാണെങ്കിൽ ഊട്ടിയിലായിരുന്നു പഠിക്കുന്നത്. പിന്നെ തിരുവനന്തപുരത്താവുമ്പോൾ സെൻട്രൽ സ്കൂളിലും ഒക്കെയാണ്. പിന്നെ അവരൊക്കെ പുറത്തു പോയി. അങ്ങനെ ഒരു പിന്നെ ശാസനയുടെ ആവശ്യം അങ്ങനെ സംഭവം തന്നെ ഉണ്ടായിട്ടില്ല. പ്രശ്നക്കാരായിരുന്നില്ല. ഇല്ല, നമ്മളൊരു ഫ്രീ ആയിട്ട് ജീവിച്ച ഓർമ്മയേ ഉള്ളൂ എല്ലാവരും. ഇനി ഞാൻ 1-2 ചോദ്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഒന്ന്, ഈ പൊളിറ്റിക്സിൽ ഇത്രയും നീണ്ടൊരു കരിയറാണ്. അപ്പോൾ അതിൽ പ്രതിസന്ധികൾ, ആരോപണങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അത് തരണം ചെയ്തവർ വളരെ കുറവാണ്. പലപ്പോഴും അത് വന്നു കഴിയുമ്പോൾ തളർന്ന് ഒരു രാഷ്ട്രീയ ജീവിതം ഇല്ലാതാവുന്നവരാണ്. പക്ഷെ അതിനൊക്കെ മുന്നിൽ നിന്ന് അതിനോട് പ്രതികരിച്ച് അത് കാണിച്ചെന്ന ഒരാളാണ്. അപ്പം ഞാനിപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം വരുവാണെങ്കിൽ, ഇസ് ദർ ഒരു കുഞ്ഞാപ്പ ഫോർമുല പ്രതിസന്ധികളെ തരണം ചെയ്യുന്നുണ്ട്? കാരണം ചവിട്ടി താത്തിയവരുണ്ട്, പിടിച്ചു വലിച്ചവരുണ്ട്, സുഹൃത്തുക്കളാന്ന് കരുതിയവർ ഇട്ടിട്ട് പോയിട്ടുണ്ട്, ഇല്ലേ? ധാരാളം. അതൊക്കെ വലിയ അനുഭവങ്ങളാണ്. ഓരോ സമയത്ത് ഓരോന്നങ്ങ് വലിയ മലപോലെ വരും. ഒക്കെ ഭാഗ്യം കൊണ്ട്, ദൈവാനുഗ്രഹം ഒക്കെ അങ്ങ് പിന്നെ ലളിതമായി അങ്ങ് പോവുകയും ചെയ്യും. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. തരണം ചെയ്യൂല എന്ന് കണ്ടു നിൽക്കുന്നവർ ഉറപ്പിച്ച ഒരുപാട് സംഭവങ്ങളുണ്ടായിട്ടുണ്ട്, 1 by 1. അപ്പോൾ അതിനെ എങ്ങനെയാണ് ഫേസ് ചെയ്യുന്നത്? ഇത് വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും എന്നെക്കൊണ്ട് ഇനി പറ്റത്തില്ല, ഞാനിത് നിർത്താം എന്നൊക്കെ സാധാരണ ആളുകൾ ചിന്തിക്കും. ഒരുപക്ഷെ രാഷ്ട്രീയം തന്നെ വേണ്ട, ഞാൻ എന്തിനാ എല്ലാവർക്കും വേണ്ടി ഇത് ചെയ്യുന്നതെന്ന് ചിന്തിക്കാം. ആ സമയത്തൊരു ഫോർമുല എന്തായിരുന്നു? നമ്മളെപ്പോഴും നമ്മളെ മനസ്സിൽ ഒരു മോറലായിട്ട് പിന്നെ ഇതിനോട് ഫൈറ്റ് ചെയ്യണം എന്നുള്ള ഒരു പിന്നെ വികാരം നമുക്കുണ്ടാകുന്ന റീസൺ വേണം. ഒന്നുകിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വെറുതെയാണ് എന്നുള്ള ഒരു ബോധ്യം നമുക്ക് വേണം. പിന്നെ അതുപോലെ ഈ പരാജയം താൽക്കാലികമാണ് എന്നുള്ള ഒരു തോന്നൽ. നമുക്കൊരു ഫൈറ്റിംഗ് മൂഡ് വേണം. അതാണ് ആ ഒരു ഫൈറ്റിംഗ് മൂഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഈ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്യൽ ഈസിയാണ്. നമ്മൾ ആ മൂഡിലേക്ക് പോകും. വാർ എങ്ങനെയാണ് മനുഷ്യൻ യുദ്ധത്തിൻ്റെ ദിവസവും ഒരു പട്ടാളക്കാരൻ അല്ലെങ്കിൽ പിന്നെ ഒരു യോദ്ധാവ് രാവിലെ ഉടുത്തൊരുങ്ങി പോകണം. ഒന്നാലോചിച്ച് നോക്കിയേ. പോകുന്നത് എന്തിനാന്നുള്ളത് അറിയാലോ. ഏത് തരം മരിക്കാം, പക്ഷെ പോകുന്നു. അതൊരു സ്പിരിറ്റാണ്.
എന്ന് പറഞ്ഞ പോലെ നമുക്ക് ആ ഒരു ഫൈറ്റിംഗ് മോഡ് ഇതിനെ പരാജയപ്പെടുത്തണം, അല്ലെങ്കിൽ ഇത് വിൻ ചെയ്യണം, ഇത് മറികടക്കണം. ആ ചിന്ത വന്നു കഴിഞ്ഞാൽ പിന്നെ ദർ ഇസ് നോ ലുക്കിംഗ് ബാക്ക്. പിന്നെ പിറകോട്ട് തിരിഞ്ഞ് നോക്കൂല, പിന്നെ മുന്നോട്ട് തന്നെ നമ്മളെ തരണം ചെയ്തിരിക്കും. അതാണ്. അതുപോലെ ഇപ്പം നമുക്കെല്ലാം നമ്മൾ ഒറ്റയ്ക്ക് എല്ലാം പറ്റിയെന്ന് വരത്തില്ല. ഇപ്പം ഏതൊരാളാണെങ്കിലും അവർക്ക് സുഹൃത്തുക്കളുണ്ടാവും, അവർക്കിത് തുറന്നു പറയാൻ പറ്റുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനെ ഇത്രയും വർഷത്തെ ജീവിതം എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ക്ലോസ് ഫ്രണ്ട് എല്ലാം ഷെയർ ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ അങ്ങനെ അടുത്ത് നിൽക്കുന്ന ആ ഒരു സുഹൃത്ത് ആരാണ് ഉള്ളത്? പറയാനല്ലോ, ഒരാളെ നെയിം ചെയ്ത് അങ്ങനെ പറയാൻ കഴിയില്ല. ലീഡേഴ്സിനെ പറ്റി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും എൻ്റെ ഒരു ഫാമിലി, ഞങ്ങളതിപ്പോൾ എൻ്റെ മാത്രം ഒരു കഥയല്ല, എൻ്റെ പിതാമഹന്മാരുടെ കഥയാണ്. പാണക്കാട് കുടുംബം ആയിട്ട് ഒത്തൊരുമിച്ച് പോകുന്ന ഒരു രീതിയുണ്ട്. അത് പരമ്പരാഗതമായി ഉള്ള ഒരു വലിയ ഇൻസ്പിറേഷൻ തന്നെയാണ്. അത് ഇപ്പോൾ പിന്നെ എനിക്ക് കിട്ടിയ ഏറ്റവും നല്ലൊരു അവസരം എന്ന് പറഞ്ഞത് ശിഹാബ് തങ്ങൾ തുടങ്ങിയതും അദ്ദേഹം സംസ്ഥാന പ്രസിഡൻ്റായി വന്നതും ഞാൻ അസംബ്ലി പാർട്ടി ലീഡറായി വന്നതൊക്കെ പതിറ്റാണ്ടുകൾ നീണ്ട ആ കാലഘട്ടമുണ്ടല്ലോ, ടൈമാണ്. അത് ഏറ്റവും നല്ല ഒരു സമയമായിരുന്നു. അതാണ്. അപ്പോൾ ആ ഒരു നിലക്ക് ചിന്തിക്കുമ്പോൾ ശിഹാബ് തങ്ങളും അതുപോലെ തന്നെ പാണക്കാടും ഒക്കെ തന്നെയാണ് നമുക്ക് എന്താ പറയുക ഏറ്റവും വലിയൊരു പ്രചോദനം അത് തന്നെയാണ്. അതുപോലെ ഇപ്പം സാറ് വന്ന സമയത്താണ് നേതൃസ്ഥാനത്തിരിക്കുമ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ MLAs, MPs, മന്ത്രിമാരൊക്കെ സാറിൻ്റെ പാർട്ടിയിൽ വരുന്നത്. അപ്പോൾ അതെന്തെങ്കിലും അതിന് പിന്നിലുണ്ടോ? സാറിൻ്റെ ആ പൊസിഷനുമായിട്ട് അതിന് ബന്ധമുണ്ടോ? അല്ല, അത് ഒരു പിന്നെ ഇപ്പോൾ ശിഹാബ് തങ്ങളുടെ ഒരു സമയം കൂടിയാണത്. ശിഹാബ് തങ്ങളുടെ ഒരു പേഴ്സണാലിറ്റിയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ജനസമ്മതിയും അതിനോട് ആ ഒരു സമയത്ത് തന്നെയാണ് ഞാൻ അസംബ്ലി പാർട്ടി ലീഡറായി വരുന്നത്. ഈ കാലം അത്രയും ഞാൻ അസംബ്ലി ചെറിയ ഗ്യാപ്പ് വെച്ചാൽ അത്രയും അസംബ്ലി പാർട്ടി ലീഡറായിരുന്നു. സംസ്ഥാന പ്രസിഡന്റ്, അസംബ്ലി പാർട്ടി ലീഡർ, ഈ രണ്ട് പൊസിഷൻസ് വളരെ പിന്നെ ബന്ധമുണ്ടല്ലോ. അതെ അത് ഈ അസംബ്ലി പാർട്ടി ലീഡർ എന്ന് പറഞ്ഞാൽ മുൻനിരയിൽ പിന്നെ ഫോർവേഡ് കളിക്കുന്ന ആളാണ്. അപ്പോൾ എനിക്ക് ഈ ഫോർവേഡ് കളിക്കാനുള്ള ഈ സമയം കിട്ടിയത് ഈ ഒരു സമയത്താണ്. അത് വളർച്ചയുടെ പാതയിൽ കൊണ്ടുപോകാൻ കഴിഞ്ഞ കാര്യത്തിൽ എനിക്ക് അഭിമാനമുണ്ട്. ഏറ്റവും കൂടുതൽ MLAമാർ, ഏറ്റവും കൂടുതൽ മന്ത്രിമാർ, നിർണായക പൊസിഷൻ പാർട്ടിക്ക് ഇപ്പോഴും സംഘടിത ശക്തിയിൽ. ഇപ്പോൾ പറയട്ടെ, ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ ഇന്ത്യയിൽ മുഴുവൻ നോക്കിയിട്ട് ഏറ്റവും നല്ലത് എവിടെയാന്ന് നോക്കിയപ്പോൾ ഒരു സമയത്ത് അത് വയനാട്. കാരണം ഞങ്ങളിലും കൂടിയുള്ള ഒരു വിശ്വാസം അവിടെ ഒന്നും നോക്കാനില്ല എന്ന് അറിയാം. അപ്പോൾ ആ ഒരു സ്ഥിതിയിലേക്ക് പാർട്ടിയെ കൊണ്ടുവന്നതിൽ ശിഹാബ് തങ്ങൾ, ഹൈദരലി ശിഹാബ് തങ്ങൾ, ഇപ്പോൾ സാദിഖ് അലി തങ്ങൾ, ഇതിൻ്റെയൊക്കെ ഒരു പിന്നെ ഫോർവേഡ് കളിക്കാൻ ഭാഗ്യം കിട്ടി എന്നുള്ളതാണ് ഞാൻ ഏറ്റവും വലിയ ഒരു സംഗതിയായി കാണുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ MLAമാർ, അതുപോലെ മന്ത്രിമാർ, പാർട്ടി ചിഹ്നത്തിലെ ഏറ്റവും കൂടുതൽ MPമാർ, ഇതൊക്കെ ഉണ്ടാക്കാൻ കഴിയും. അതുപോലെ തിരിഞ്ഞു നോക്കി കഴിയുമ്പോൾ ഈ ഒരു കരിയറിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ കേരളത്തിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്തതിൽ ഏറ്റവും മനസ്സിലേക്ക് ആദ്യം വരണ 1-2 പ്രോജക്ട്സ് എന്തായിരിക്കും? തിരിഞ്ഞു നോക്കി എൻ്റെ ഓട്ടത്തിൽ ഞാനിത് ചെയ്തു എന്ന് കരുതി അഭിമാനം തോന്നുന്ന. ഇതുവരെ പിന്നെ ആരും പ്രത്യേകിച്ച് വല്ലാതെ ശ്രദ്ധിച്ചിട്ടില്ലാത്തൊരു കാര്യമുണ്ട്. കാരണം കേരളത്തിൻ്റെ വ്യവസായവൽക്കരണത്തിൽ TV തോമസിൻ്റെയൊക്കെ ഒരു കാലം കഴിഞ്ഞാൽ അന്നാണ് ഒരുപാട് കമ്പനികൾ വന്നത്. പ്രീമിയർ ടയർ എന്നൊക്കെ തുടങ്ങി, പിന്നെ ഗോളിയർ അയൻസ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വന്ന് ആ കാലഘട്ടം കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തോന്നുന്നത് കേരളത്തിലുണ്ടായ ഏറ്റവും വലിയൊരു പരിഷ്കാരം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഉണ്ടാക്കി കേരളത്തിൽ. ആ ഒരു കാര്യം എൻ്റെ ഒരാശയമാണ്. അന്ന് എന്നെ അതിൽ സഹായിച്ച IAS ഓഫീസർമാരുണ്ട്. ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഒരു കോമ്പൗണ്ടഡ് വാളിനകത്ത് എല്ലാ സൗകര്യവും കൊടുത്താലായിരിക്കും കേരളത്തിൽ വ്യവസായം വരിക. കേരളത്തിൽ ഇത്രയും ജനസാധ്യത ഉണ്ടാകുമ്പോൾ എവിടെ കൊണ്ടിട്ടും വ്യവസായം വളരൂല. ഞാൻ അങ്ങനെ കിൻഫ്ര എൻ്റെ ഒരാശയം. ഇന്നിപ്പോൾ കേരളത്തിൽ TV തോമസിൻ്റെ ആ കാലഘട്ടത്തിന് ശേഷം ഏറ്റവും കൂടുതൽ വ്യവസായങ്ങൾ വന്നത് കിൻഫ്ര പാർക്കുകൾക്ക് അകത്താണ്. മനസ്സിലായില്ലേ? അത് എനിക്ക് വളരെ അഭിമാനം തരുന്നത്. അതിൻ്റെ ഒരു ആശയം എൻ്റെതാണ്. അതിൽ കുറേ IAS ഓഫീസർമാരൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഡിജിറ്റൽ ലിറ്ററസി, അക്ഷയ ഇത്ര പോപ്പുലർ, ലോകത്ത് തന്നെ അങ്ങനെ ഒരു ഇത്ര മാസമായിട്ടുള്ള ഒരു ഡിജിറ്റൽ ലിറ്ററസിക്ക് വേണ്ടിയുള്ള ഒരു ക്യാമ്പയിൻ വേറെ ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. കിയോസ്കുകൾ ഗ്രാമങ്ങൾ തോറും അതിന് സെൽഫ് എംപ്ലോയിഡ്
ആയിട്ടുള്ള ആളുകൾ അവരുടെ സംരംഭം എന്നുള്ളവർക്ക് അവർക്ക് കൊടുത്തു. വലിയ സക്സസ് ആയി. ഇപ്പോൾ കേരളത്തിനെ പോലെ ഡിജിറ്റലായിട്ടുള്ള ഒരു സ്റ്റേറ്റും ഉണ്ടാവും. കേരളത്തിൽ ആരാ ഇപ്പോൾ 3-4 ഫോൺ സ്മാർട്ട് ഫോൺ കയ്യിലില്ലാത്തവർ ഉണ്ട്. 3-4 സ്മാർട്ട് ഫോൺ പോയിട്ട് ഒരു സ്പൂൺ പോലും കയ്യിൽ വെക്കാത്തൊരു പൊളിറ്റീഷ്യനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനുണ്ട്. ആ പൊളിറ്റീഷ്യന്റെ പേര് താങ്കൾക്ക് ഫോണില്ല എന്ന് പറഞ്ഞത് ശരിയാണ്. ഫോൺ എനിക്ക് എൻ്റെ ഫോൺ അത്രയും പിന്നെ സഹായികളുടെ കയ്യിലായിരിക്കും. അത് കറക്റ്റാണ്. ഞാൻ ഒരു ഫോണും എടുക്കാനുള്ള ക്ഷമ എനിക്കില്ല. അടിക്കുന്നത് കേൾക്കാനുള്ള ക്ഷമയില്ല. ആരെങ്കിലും ഒന്ന് എടുത്ത് ഇന്ന ആളാണ് എന്താണ് സംഭവം എന്ന് പറഞ്ഞിട്ടേ തരുള്ളൂ. ഡിജിറ്റൽ ലിറ്ററസിയും എല്ലാ ടെക്നോളജിയും അതതിൻ്റെ വഴിക്ക് പോകും. പക്ഷേ ഡിജിറ്റൽ ഉപദ്രവം എനിക്കില്ല. അതുപോലെ ഞാൻ സമാധാനമായിട്ട് കൃഷിയും കാര്യമൊക്കെ ആയിട്ട് കഴിയുന്നതാണ്. ഇത് വലിയ ബോധറേഷനാണ്. അത് നമ്പർ നോക്കുക, വിളിക്കുക, അതുപോലെ തന്നെ അത് വോയിസ് ഇടുക, റെക്കോർഡ് ചെയ്യുക, ഇതൊക്കെ ആരെങ്കിലും ഒന്ന് ചെയ്യണം. ഞാൻ അവരോട് പറയുള്ളൂ. എനിക്ക് പറ്റില്ല. ഫോൺ ബെല്ലടിക്കുന്നതേ എനിക്ക് ദേഷ്യമാണ്. രാത്രിയൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വൈരായിട്ട് ഇരിക്കുന്ന സമയത്ത് മൊബൈൽ അടിച്ചാൽ പിന്നെ അവരവിടെ ഒന്ന് നോട്ട് ചെയ്യും. അപ്പോൾ ബെഡ്റൂമിൽ ഫോൺ ഇല്ല? ഇല്ല, ബെഡ്റൂമിൽ ഫോണില്ല. സ്വസ്ഥമായ ഉറക്കത്തിലാണ്. ഇല്ല, അത് ഫോൺ അവരുടെ കയ്യിലിരിക്കും. അത്യാവശ്യമാണെങ്കിൽ പിന്നെ വിവരം പറയും. അപ്പോൾ ഞാൻ അറ്റൻഡ് ചെയ്യും. അത്രയേ ഉള്ളൂ. ഇതുപോലെ സാറിന് നഷ്ടപ്പെട്ട ചില പ്രോജക്ട്സ് എന്നാൽ അവനൊരു കാര്യമുണ്ട് കേട്ടോ. ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്യാതിരിക്കില്ല. ഒരു ദിവസം എനിക്ക് വരുന്ന എല്ലാ ഫോണുകളും ഞാൻ അറ്റൻഡ് ചെയ്യും. അത് അതിൻ്റെ സമയത്തായിരിക്കും. നമ്പർ നോക്കി തിരിച്ചു. ഞാൻ എടുക്കില്ല എന്നേ ഉള്ളൂ, പക്ഷേ ഞാൻ കാര്യങ്ങൾ അറിയും. ഫോൺ എടുക്കില്ല എന്നുള്ളൂ. അത് 3-4 പേരുള്ള അവർ ഫോൺ എടുത്തിരിക്കും, എഴുതി വെക്കും. അല്ലെങ്കിൽ ഇന്ന കോൾ ഉണ്ടായിരുന്നു എന്ന് പറയും. അതിൻ്റെ സമയത്ത് ഞാനൊക്കെ തിരിച്ചു വിളിക്കും. ആക്സസിബിൾ ആണ്, പക്ഷെ ഫോൺ എൻ്റെ കയ്യിൽ ഉണ്ടാവില്ല. ഈ യന്ത്രം എനിക്കിഷ്ടമല്ല. പക്ഷെ സാറിന് ഈ യന്ത്രം മഹാ ഉപദ്രവകാരിയാണ്. നമ്മളെ സ്വകാര്യത തകർത്തുകൊണ്ടിരിക്കും. എപ്പോഴാണ് അവൻ്റെ വരവ് എന്നറിയില്ല. ഞാൻ ഈ തോട്ടത്തിൽ പോകുമ്പോൾ ഫോണേ എടുക്കില്ല. ഇവർക്കൊക്കെ അറിയാം, അങ്ങോട്ട് പോകുമ്പോൾ ഫോൺ ഉണ്ടാവില്ല. ഞാൻ വളരെ രസകരമായൊരു ഫോട്ടോ കണ്ടു. ആരാണ്, എപ്പോഴാണ്, എന്താണ്? ഞാൻ പറഞ്ഞ പുള്ളിക്കുപ്പായ എടുത്ത കാലത്തെ ഫോട്ടോ വെള്ളമില്ലാത്ത മുഴുവൻ പുള്ളിക്കുപ്പായല്ലേ. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇത് ഫാറൂഖ് കോളേജ് പഠിക്കുന്ന സമയമാണ്. രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങുന്ന വിദ്യാർത്ഥി രാഷ്ട്രീയമൊക്കെ ആയിട്ട് നടക്കുന്ന സമയമാണ്. ഇത്രയും മുടിയൊക്കെ, ചുരുണ്ട മുടിയൊക്കെ ആയിട്ട്. അപ്പൊ അന്നത്തെ ഹിപ്പി സ്റ്റൈലിലെ വളർത്തലിലോട്ടൊക്കെ ഉണ്ടായിരുന്നു. അതെ, മുനിസിപ്പൽ ചെയർമാൻ ആകുമ്പോൾ ഞാൻ അങ്ങനെ തന്നെ ആയിരുന്നു. എന്നിട്ടാണ് വെട്ടിയത്? എന്നിട്ട് വെട്ടിയോ? ഈ വളർത്തിയ മുടിയൊക്കെ വെട്ടിയോ? ഇല്ല, പോയതാ. അല്ല, ആ സമയത്ത് നീണ്ട മുടി വളർത്തൽ സ്റ്റൈലൊക്കെ ഉള്ളൊരു അത്യാവശ്യം ഇങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ അത് ആ കാലഘട്ടത്തെ പറ്റി, മുടിയുടെ സ്റ്റൈലിനെ പറ്റി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ സമയം അനുസരിച്ച് മാറിക്കൊണ്ടിരുന്നു. ഇപ്പി സ്റ്റൈലുണ്ടായിരുന്നു കോളേജിൽ. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ വേറൊരു സ്റ്റൈലായി. ആ കാലഘട്ടത്തിനനുസരിച്ചൊക്കെ അന്ന് ചെയ്തിട്ടുണ്ട്. ഇല്ല എന്ന് പറഞ്ഞുകൂടാ. പിന്നെ ഞാൻ പിടിച്ചിട്ടും നിന്നിട്ടില്ല, മുടി പോയി. പിന്നെ അതിൻ്റെ വഴിക്ക് പോട്ടെ, അതിൻ്റെ വഴിക്ക് പോയിക്കോട്ടെ. ഇപ്പോൾ നോക്കാറില്ല. ഇനി സാറിൻ്റെ കോമഡികൾ, പുള്ളി കറക്റ്റ് സമയത്ത് കൃത്യമായിട്ട് ഉത്തരം പറയാൻ അറിയാതെ, പക്ഷെ എപ്പോഴെങ്കിലും അസ്ഥാനത്ത് ഇത് വന്നു പോയിട്ടുണ്ടോ, അതോ എപ്പോഴും കൺട്രോൾഡ് ആണോ? വളരെ കുറച്ചേ അങ്ങനെ പറ്റിയിട്ടുള്ളൂ. തീരെ പറ്റിയിട്ടില്ല എന്നൊന്നും പറയാനായിട്ട് നോക്കില്ല. പക്ഷേ പിന്നെ വന്നിട്ടുണ്ട്, പറഞ്ഞിട്ടുമുണ്ട്. പിന്നെ പക്ഷേ വളരെ അപൂർവമായിട്ട് അങ്ങനെ വരാറുള്ളൂ. ഞാൻ ആലോചിച്ചേ മറുപടി പറയുള്ളൂ. ഈ ആലോചിച്ച് പറയല്ലോ. ഇപ്പം സാറിനോട് എന്തെങ്കിലും ചോദിച്ചാൽ, ഞാൻ എപ്പോഴും കണ്ടിട്ടുണ്ട് ഇൻ്റർവ്യൂസിൽ തിരക്കൊന്നുമില്ല, ആദ്യം അല്ല, എന്നിട്ടൊന്ന് ആലോചിക്കും, അത് പിന്നെ സാറിൻ്റെ എല്ലാത്തിലും ടൈം ബൈ ചെയ്യുന്നുണ്ട്. അത് ടൈം ബൈ ചെയ്യുന്നതാണോ, ആലോചിക്കാൻ വേണ്ടിയിട്ട് ആദ്യം പറഞ്ഞിട്ട് ചിന്തിച്ചിട്ട് പറയാൻ വേണ്ടി, അങ്ങനെ ഉത്തരം മനഃപൂർവ്വം പറയുന്നതാണോ? അല്ല, എനിക്ക് മീഡിയയെക്കുറിച്ച് നല്ല ധാരണ ഉണ്ട്. എനിക്കറിയാം ഇവർ നമ്മൾ പറയുന്നത് കൊടുക്കാനല്ല വന്നത്, പറയാത്തത് കൊടുക്കാൻ വേണ്ടി വന്നവരാണ് എന്നറിയാം. മാത്രമല്ല എന്തെങ്കിലും ഒരു കയ്യിലിരിപ്പും കൊണ്ടേ ഇവർ വന്നിട്ടുണ്ടാവുള്ളൂ. അതുകൊണ്ട് ബി കോഷ്യസ് എന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ ചോദ്യം, ആ ചോദ്യത്തിൻ്റെ അപ്പുറമുള്ളതും പിന്നെ വരാനുള്ളതും ഒക്കെ എനിക്ക് പെട്ടെന്ന് പിടികിട്ട് ചിലപ്പോൾ നോക്കും, എന്നിട്ടേ മറുപടി പറയും. അതുകൊണ്ടാണ് പെട്ടുപോകാത്തത്. പലരും പെട്ടുപോകുന്നു കണ്ടില്ല. എന്നിട്ട് പിന്നെ ഇപ്പോൾ 1-2 ദിവസം മുമ്പൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. അപ്പോൾ നാട്ടിന്ന് പറയേണ്ടി വരികയാണല്ലോ. പിന്നെ ഞാൻ അങ്ങനെയല്ല പറഞ്ഞു, ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത്. ഈ ബുദ്ധിമുട്ട് എനിക്കധികം വന്നിട്ടില്ല. എന്നെക്കൊണ്ട് പറ്റത്തുമില്ല എന്നിട്ട് പുറകെ കിടക്കാൻ. ആദ്യം തന്നെ ആലോചിച്ച് പറഞ്ഞാൽ മതി. ആലോചിച്ച് പറഞ്ഞാൽ മതിയല്ലോ. വരികൾക്കിടയിൽ വായിക്കാനാണ് മീഡിയക്ക് ഇഷ്ടം എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. പൊള്ളി പഠിച്ചതാണോ, ചെറുപ്പത്തിലെ അവെയറാണോ? രാഷ്ട്രീയത്തിലുള്ള പഴക്കും തന്നെയാണത്, യാതൊരു സംശയവുമില്ല. കരുണാകരൻ്റെ കാലത്തൊക്കെ അദ്ദേഹമല്ലേ പിന്നെ ചീഫ് മിനിസ്റ്റർ ആയത്. ആ മന്ത്രിസഭയിൽ 2ാം സ്ഥാനത്ത് ഇരുന്ന ആളാണ് ഞാനപ്പോൾ.
അദ്ദേഹം ഭയങ്കര ടാക്സീസിൻ്റെ ആളാണ്, വളരെ സ്മാർട്ടാണല്ലോ. ഇതൊക്കെ കണ്ടു പഠിച്ചതാവാം, തയക്കും പഴക്കും ഒക്കെ ആയിട്ട്. ഗുരുവിൽ നിന്ന് വളരെ അടുത്ത് എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ സാറിൻ്റെ ഞാൻ കേട്ടിട്ടുള്ളൊരു കഥയാണ്, BMW അടുത്ത് വന്നിട്ട് എനിക്ക് ബെൻസ് കാറാണ് ഇഷ്ടം എന്ന് പറഞ്ഞത്. സത്യത്തിൽ അങ്ങനെ സംഭവിച്ചോ? സംഭവിച്ചു. അവർ എന്നോട് പിന്നെ ഏത് കാറാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പിന്നെ ബെൻസ് ഉണ്ട്, അംബാസഡർ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഓ എന്ന് പറഞ്ഞു അയാൾ വെരി സാഡ് എന്നുള്ളത്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ പറ്റി, അംബാസഡർ എന്താ കുഴപ്പമില്ല. അംബാസഡർ ദർ ഇസ് നോ ടെക്നോളജി, വലിയ ടെക്നോളജി ഒന്നും ഇല്ലയെന്ന് പറഞ്ഞു ഞാൻ. അപ്പോൾ അവർ പറഞ്ഞ് ദർ ഇസ് നോ ടെക്നോളജി ഇൻ ഇറ്റ്. അംബാസഡറിൽ യാതൊരു ടെക്നോളജി ഇല്ല, ബെൻസ് അവർക്കാർ ഇസ് ബെറ്റർ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ബെൻസാണ് ഉപയോഗിക്കുന്നതാണ്. ഇപ്പോൾ അവർ ഡിസപ്പോയിൻറ്റഡ് ആയി. അന്ന് BMW ഇവിടെ അത്ര പോപ്പുലർ അല്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞു തുറന്നു പറയായിരിക്കും, സത്യം പറയട്ടെ. അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാറ്, ഞാൻ പേഴ്സണലി ഉപയോഗിക്കുന്ന കാർ ഏതാണെന്ന് അവർ ചോദിച്ചതാണ്. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞു. അത്രേ ഉള്ളൂ. പാവങ്ങളെ പക്ഷെ വിഷമിപ്പിച്ച് കളഞ്ഞു. അതെ അതെ അതെ. പിന്നെ അന്ന് തന്നെ പിന്നെ ഓടി കാറിൻ്റെ പ്ലാന്റിലും പോയി. അവിടെ ചെന്നപ്പോൾ അവരും ഈ ചോദ്യം ചോദിച്ചു, ഇത് കാറാണ് ഉപയോഗിക്കുന്നത്. ഞാൻ അവിടെയും സത്യം പറഞ്ഞു, ഞാൻ ബെൻസാണ് ഉപയോഗിക്കുന്നത്. സത്യം പറയുന്നത് തെറ്റല്ല. അവർക്ക് തൽക്കാലം അത് പിടിച്ചില്ലാത്ത നമുക്ക് നോക്കാൻ കഴിയില്ല. സർ, ഒരുപാട് നന്ദി വീട്ടിലേക്ക് ക്ഷണിച്ചതിന്, ഇങ്ങോട്ട് ഇവിടേക്ക് ഞങ്ങൾക്ക് വരാനായിട്ട് സമ്മതിച്ചതിന്. പിന്നെ ഇവിടെ വന്നപ്പോൾ തൊട്ട് ഫുഡിങ്സ് ആണ്, വീഡിയോയിൽ കിട്ടിയിട്ടില്ല എന്നേ ഉള്ളൂ. വന്ന സമയം തൊട്ട് ഒരുപാട് ഭക്ഷണം കഴിച്ച് ഇവിടുത്തെ ഒരുപാട് സ്നേഹമൊക്കെ അനുഭവിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. മലബാറുകാർക്ക് പിന്നെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ, ഭക്ഷണം പിന്നെ അത് ആരെങ്കിലും വരിക തന്നെ വളരെ സന്തോഷമുള്ള കാര്യമാണ്. കേട്ടിട്ടേ ഉള്ളൂ, ഇന്നാണ് അനുഭവിക്കുന്നത്. അതിന് ഇവിടെ വന്ന സമയം പിന്നെ ശരിയായില്ല, നല്ല മഴയും, പിന്നെ അതുമല്ല പെട്ടെന്ന് തിരിച്ചു പോകണ്ടേ. അപ്പം ഒത്തിരി നന്ദി. ആട്ടെ, പിന്നെ ഞാനും വളരെ പിന്നെ കാഷ്വൽ ആയതുകൊണ്ട് സന്തോഷപൂർവ്വം ഇരുന്ന സമയമാണ്. താങ്ക് യു സർ. ഇങ്ങനൊരു വീട് ആരാണ് ആഗ്രഹിക്കാത്തത്? Bait Homes 4, Kerala's leading tech-enabled home builder.